ഫോർത്ത് സ്റ്റാൻഡേർഡിൽ എക്സാമുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പ്രധാന ഭാഗങ്ങൾ. ഇത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിപ്പോൾ ഇതിലൊരു ചെറിയൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 9000, 10,000, പിന്നെ 11,000, 12,000. ഇതിൽ ഫസ്റ്റത്തെ 2 നമ്പേഴ്സ് തന്നാൽ ബാക്കിയുള്ളതൊക്കെ സിമ്പിളായി കിട്ടും. ആ രൂപത്തിലാണ് ഇത് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാര്യമായിട്ട് കാൽക്കുലേഷനാണ്. രണ്ട് നമ്പർ എങ്ങനെ കൂട്ടിയാൽ ഇതാണ്ട് ഇവിടെ ചില നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ഇത് കൂട്ടി ഉത്തരം കണ്ടുപിടിക്കും. ഉത്തരം കാണുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഈ സംഖ്യയിൽ നിന്നും ഈ സംഖ്യ കുറച്ചാൽ ഈ സംഖ്യ കിട്ടും. അതുപോലെ തന്നെ ഈ സംഖ്യയിൽ നിന്നും ഈ സംഖ്യ കുറച്ചാൽ ഇതും കിട്ടും. ഓക്കെ, രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആൻസർ കിട്ടുമ്പോൾ ഈ ആൻസറിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഖ്യ കുറച്ചാൽ മറ്റേ സംഖ്യ ആൻസറായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ ബ്ലാങ്ക് കോളങ്ങളൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വൺ എക്സാമ്പിൾ 20 പ്ലസ് ഡാഷ് 50 ഓക്കെ ഈസിക്കൽ ടു 50. അപ്പോൾ ഈ സംഖ്യ എങ്ങനെ കിട്ടുക? നമുക്കിത് സിമ്പിൾ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഉത്തരം അറിയാം. പക്ഷെ അതെങ്ങനെയാണ് ഇതിന് ആൻസർ വരുന്നത്? ഇത് കിട്ടണമെങ്കിൽ ഈ വലുതിൽ നിന്ന് ഈ ചെറുത് കുറച്ചാൽ മതി. ആൻസറായ 50യിൽ നിന്ന് 20 കുറച്ചാൽ മതി. 50 മൈനസ് 20 ഈസിക്കൽ ടു 0 മൈനസ് 0 0, 5 മൈനസ് 2 3. അപ്പോൾ 30 ആൻസർ. ഈ 30 ഇവിടെ എഴുതിയാലേ ആൻസർ കറക്റ്റായി കണ്ടോ. ഇനി 20 പ്ലസ് 30 50 സിമ്പിളായി കിട്ടുമല്ലോ. ഈ രൂപത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇത്തരം കാര്യങ്ങളാണ് ഇത് പഠിക്കേണ്ടത്. ഇവിടെ ഇതാ കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ 4,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏതൊക്കെ ഐറ്റംസ് വാങ്ങാൻ പറ്റും? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് 1, 2, 3 കൂട്ടിയാൽ 4,000 ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ 4,000 നിന്ന് ഇതൊക്കെ അത്ര ഐറ്റംസ് വാങ്ങാമെന്ന്. അപ്പോൾ ആ രൂപത്തിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബാറ്റും ബൈസിക്കിളും ഇത് രണ്ടും കൂടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് വരും എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായി കിട്ടും. ഈ സൈക്കിൾ പ്ലസ് ദിസ് ബാറ്റ് ഇതിന് രണ്ടിൻ്റെയും ടോട്ടൽ എമൗണ്ട് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, അത്ര ക്യാഷ് അതിന് ആവശ്യമായി വരും. ഇത്തരത്തിലാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ക്ലോക്കുമായി ബന്ധപ്പെട്ട് സമയം കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിലിതാണ്ടോ 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര 60 മിനിറ്റ്സ് ആണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 2 അവർ ആകുമ്പോഴോ 60 പ്ലസ് 60 120 മിനിറ്റ്സ് ആവും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ സിമ്പിളായി മനസ്സിലാക്കാം. പിന്നെ ഈ ടൈം ഇതിപ്പോൾ എത്ര ടൈം 1:55. മണിക്കൂർ സൂചി 1-ലും അതുപോലെ തന്നെ മിനിറ്റ് സൂചി 11-ലും. 11 എന്ന് വെച്ചാൽ 55. ഇതൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സെക്കൻഡ് സൂചി എത്രയല്ല 9 9-ൽ. അപ്പോൾ ഇതിൽ ടൈം എത്ര? ഇത് 1-ൽ എത്തിയിട്ടില്ല. 1-ൻ്റെ തൊട്ടടുത്ത് എത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ 12 ആണ്. 12:55 ആണ്. 12:55 ആണ് ഇപ്പോൾ ടൈം. ഓക്കെ, അപ്പോൾ ഈ 12-ൽ ഒരിക്കലും ഈ മണിക്കൂർ സൂചി വരക്കരുത്. ഇത് 12-ൻ്റെയും 1-ൻ്റെയും ഏകദേശം 1-നോട് അടുത്ത സ്ഥലത്തായിരിക്കണം വരക്കേണ്ടത്. അപ്പോൾ ആൻസർ ഇതാ 12:55 45 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ ക്ലോക്ക് തന്നാൽ സമയം എഴുതാനും അറിയണം, സമയം തന്നാൽ ക്ലോക്കിൽ കൃത്യമായിട്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടെ മിനിറ്റ്സ് ടൈമും ഈ മിനിറ്റ് സൂചി ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ മണിക്കൂർ സൂചി എന്ത് ചെയ്യണം, ഇതിനെ തൊട്ടടുത്തേക്ക് എത്തിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഇത്തരം മാർച്ച് 11-ന് മൺഡേ ആണെന്നുണ്ടെങ്കിൽ മാർച്ച് 28-ന് ഏത് ദിവസമായിരിക്കും? മാർച്ച് 28 ഈ ദിവസമാണെങ്കിൽ മാർച്ച് 11 ഏത് ദിവസമായിരിക്കും? അത് നമ്മൾ കലണ്ടറിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പഠിച്ചിട്ടുണ്ട്. അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-ാം തീയതി ഫ്രൈഡേ ആണ്. ഇവിടെ മുകളിൽ ഫ്രൈഡേ അല്ല, സൺഡേ മൺഡേ ട്യൂസ്ഡേ ആണ്. 5-ാം തീയതി ട്യൂസ്ഡേ ആണെങ്കിൽ 21-ാം തീയതി ഏത് ദിവസമായിരിക്കും? അത് നമ്മൾ മനസ്സിലാക്കണം. 5-ാം തീയതി ട്യൂസ്ഡേ. പിന്നെ 7 ദിവസമാണ് ആഴ്ചയിൽ. അപ്പോൾ അടുത്ത 5-നൊപ്പം 7 കൂട്ടിയാൽ 1 2 3 4 5 6 7 7 കൂട്ടിയാൽ 12-ാം തീയതിയാണ് അടുത്ത ട്യൂസ്ഡേ വരിക. പിന്നെ 19-ാം തീയതിയാണ് അടുത്ത ട്യൂസ്ഡേ വരിക. അപ്പോൾ 21-ാം തീയതി ഏതായിരിക്കും? 19 ട്യൂസ്ഡേ, 20 വെനസ്ഡേ, 21 തേഴ്സ്ഡേ. ഇത് നമ്മൾ സിമ്പിളായി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 21-ാം തീയതി തേഴ്സ്ഡേ ആയിരിക്കും. അത് നമ്മൾ മനസ്സിൽ ഈ കലണ്ടറിന് ഉണ്ടായിരിക്കണം. ഈ രൂപത്തിലാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്.